ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകത്ത് നിന്നും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ഇന്റർ കാശിയുടെ പ്രശസ്ത പരിശീലകനായ അന്റോണിയോ ലോപ്പസ് ഹബാസ് പരിശീലക സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. സീസണിൻ്റെ മധ്യത്തിൽ ഈ ഒരു സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം പടിയിറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് തൻ്റെ രാജ്യപ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലൂടെയാണ് വിശ്വാസം കെട്ടിപ്പടുക്കുന്നത്. ദൗർഭാഗ്യവശാൽ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ആ വിശ്വാസം നഷ്ടപ്പെടുന്നു. മാനേജ്മെന്റ് നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നമ്മൾ ഒന്നിച്ച് നേടിയെടുത്തു. ഐ ലീഗ് കിരീടം നേടുക, ISLലേക്ക് സ്ഥാനക്കയറ്റം നേടുക, കൂടാതെ ഇന്ത്യൻ പ്രൊഫഷണൽ ഫുട്ബോളിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ക്ലബ്ബ് തുടരുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. ഈ യാത്രയിലുടനീളം എൻ്റെ താരങ്ങളും സ്റ്റാഫും കാണിച്ച ബഹുമാനത്തിനും അർപ്പണബോധത്തിനും കഠിനാധ്വാനത്തിനും പ്രൊഫഷണലിസത്തിനും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. എല്ലാവർക്കും ഭാവിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം രാജിവെച്ചു. ഇനി ഇന്റർ കാശിയെ പരിശീലിപ്പിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ് ഇന്റർ കാശി. 10 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുകളാണ് അവർക്കുള്ളത്. കേവലം 3 വിജയങ്ങൾ മാത്രമാണ് അവർ നേടിയിട്ടുള്ളത്. ISLലെ പുതുമുഖങ്ങളാണ് അവർ. ഇന്റർ കാശിക്ക് ISLലേക്ക് സ്ഥാനക്കയറ്റം നൽകിയത് ലോപ്പസ് ഹബാസ് ആണ്. പക്ഷെ മാനേജ്മെന്റുമായി ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്, സാലറി ലഭിക്കാത്ത വിഷയങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടാണ് സീസണിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇന്റർ കാശിയെ ഉപേക്ഷിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്റർ കാശിക്ക് 3 മത്സരങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ആ 3 മത്സരങ്ങളിലും ഹബാസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. താൽക്കാലിക പരിശീലകനായിക്കൊണ്ട് അഭിജിത്ത് മൊണ്ടലിനെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ബാക്കിയുള്ള 3 മത്സരങ്ങളും ഇന്റർ കാശി കളിക്കുക. ഏതായാലും ഹബാസിന്റെ ഈ സീസണിന്റെ ഇടയിലുള്ള ഈ രാജ്യപ്രഖ്യാപനം അത് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.